നിഷ്കളങ്കരായ വിദ്യാർത്ഥികളെയും വിശുദ്ധ ഇസ്ലാമിന്റെ ഭാരവാഹം മനസ്സിലേക്ക് കൈമാറുന്ന നിഷ്കളങ്കരായ സുരക്ഷിതരെയും ധാരാളമായി നിഷ്കരണമായി മസിൽ പവറും പോക്കിരി തരവും മസിൽ പവറും പോക്കിരി തരവും
മറ്റേ നടക്കുന്നുണ്ട്
സംരക്ഷിക്കും സുന്നി മക്കൾ ഇൽമ തേടും പിഞ്ചുകിടാങ്ങളെ ഇൽമ തേടും പിഞ്ചുകിടാങ്ങളെ ഇൽമ തേടും പിഞ്ചുകിടാങ്ങളെ ഇൽമ തേടും പിഞ്ചുകിടാങ്ങളെ മസിൽ ബലത്തിൽ കയ്യാറാൻ വിഗണിതരെ വിശുദ്ധരായ അധ്യാപകരെ അസഭ്യവാക്കാൽ തെറി വിളിക്കോ വൃത്തികേടിൻ സംസ്കാരം കണ്ടാൽ മണ്ടും പിള്ളേരല്ല രാഷ്ട്രീയത്തിൽ ലാഭം നേടാൻ സ്വപ്നം കാണും ആദർശത്തെ നെഞ്ചിലേറ്റി ഇഞ്ചോടിന്റെ
കാമരൂഢമായ കാർപ്പുരത്തിന്റെയും സാധുതരമായ വാർത്തകളുടെയും ആദർശിക്കുന്ന ജീവനാണ് പലതരത്തിലുള്ള അനുസരിച്ച് ആദർശ അത്യുത്തരമായ മനുഷ്യരാണ്
സുന്നി മക്കൾ സംരക്ഷിക്കും മസിൽ പവറും പോക്കിൽ തരവും മസിൽ പവറും പോക്കിൽ തരവും മസിൽ പവറും പോക്കിൽ ആരാണ് ഇവരെ വല്യമ്പ്രാനോ ആരാണ് ഇവരെ വല്യമ്പ്രാനോ പരമ്പരാഗത സുന്നി സ്വത്ത് അടുത്തടുത്ത് നേരാണ് ലോങ് സൈഡ് കിട്ടും ഇതിൽ തന്നെ എടുത്താൽ ഒരായിരം സ്മരണകൾ അനുസ്മരിക്കാനുള്ള ആദർശ പ്രസ്ഥാനം കമ്പിപ്പാറ തലക്കട്ടടിച്ച് തലങ്ങളിൽ നിന്ന് കൈമാറി കിട്ടിയ പരിശുദ്ധമായ ഇസ്ലാമിക ചൈതന്യം പരിരക്ഷ വിശുദ്ധമായ മതസ്ഥാപനങ്ങൾ പിടിയരിയും പരിസംഖ്യയും നൽകി പകലന്തിയോളം പണിയെടുത്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നല്ല വിഹിതം മതസ്ഥാപനങ്ങളിലേക്ക് കൈമാറി മലപ്പുറം ജില്ലയിലെ കുഗ്രാമങ്ങളിൽ മതസ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം കുടുംബങ്ങൾക്കും രക്ഷിതാക്കൾക്കും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന മതസ്ഥാപനങ്ങൾ മതം പഠിപ്പിക്കാനുള്ള പരമാധികാരം സിലബസ് നിർണ്ണയിക്കാനുള്ള പുസ്തകം തിരഞ്ഞെടുക്കാനുള്ള സംവിധാനങ്ങൾ നിജപ്പെടുത്താനുള്ള പരമാധികാരം വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മലപ്പുറം ജില്ലയിലെ കാന്തപുരത്തിലുള്ള പട്ടാളക്കാരനെ വരുന്ന ശക്തമായ പ്രതിഷേധ റാലി പണ്ഡിതരുടെയും സാധാത്തുക്കളുടെയും സംഘടനാ നേതാക്കളുടെയും നേതൃത്വത്തിൽ
മലപ്പുറത്തിന്റെ ചുഴൽക്കല്ലുകളെ തുടക്കം ചേർത്തിക്കൊണ്ട് കടന്നു വരുന്നത് പൂർവ്വപിതാക്കളെ വിയർപ്പിന്റെ അംശം പരമ്പരാഗത സുന്നി സ്വത്ത് മസിൽ ബലത്തിൽ കയ്യേറാൻ സ്വപ്നം കാണും വികലേ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇൽമ തേടും പിഞ്ചു കിടാങ്ങളെ ഇരുമ്പ് ദണ്ട തല്ലി തലക്കും വിശുദ്ധരായ അധ്യാപകരെ തടസ്സപ്പെടാക്കാൻ തെറി വിളിക്കും വൃത്തികേടിൻ സംസ്കാരവും നിലനിൽപ്പിന്റെ പരാക്രമമാണ് സുന്നി മക്കളെ തല്ലിയൊതുക്കാൻ ആരാണിവരെ വല്യമ്പ്രാനോ മസിൽ പവറും പോക്കിരിത്തരവും കണ്ണാൽ കൊണ്ടും പിള്ളാരല്ല അഹ്ലുസുന്ന ചോരയിലൂട്ടിയ മലപ്പുറത്തെ സുന്നി മക്കൾ അഹ്ലുസുന്നയിൽ വെള്ളം ചേർത്ത് രാഷ്ട്രീയത്തിൽ ലാഭം നേടാൻ വഹാബികളെ മൗദൂദിക്കും പിന്തുണപാടും ചേരാരിക്കാർ ആർജവമുള്ള പണ്ഡിതവര്യർ ത്യാഗം ചെയ്ത് പലച്ചുണ്ടാക്കിയ സുന്നി സ്വത്തെ തീരി വാങ്ങാൻ കൊമ്പ് കുലുക്കി നടക്കേണ്ട നാട്ടിലെ പള്ളി മദ്രസയൊന്നും ചേരാരിക്കോക്കസ് കുത്തകയല്ല അധികാരത്തിൽ തണലിൽ കാട്ടിയ വല്ലേട്ടൻ കളി ജില്ലയിൽ വേണ്ട മലപ്പുറം നിങ്ങളുടെ തറവാടല്ല സുന്നി മക്കൾ ഉണർന്നിട്ടുണ്ട് സുന്നി കോർഡിനേഷൻ സിന്ദാബാദ് ബഷീർ അലി സിന്ദാബാദ് തക്ബീർ ഒരു ദിവസം കൊണ്ടുണ്ടാക്കിയ പരിപാടിയാണ്. ആയതുകൊണ്ട് ചിട്ടകളും മട്ടങ്ങളും ഒരു ദിവസം കൊണ്ട് ക്രമപ്പെടുത്താൻ കഴിയാത്ത പന്തികളുണ്ട്. അത് നിങ്ങളെല്ലാവരും കണ്ടറിഞ്ഞ് സഹകരിച്ചാൽ തിരക്കേണ്ടില്ല. കാരണം ഈ 24 മണിക്കൂറുകൊണ്ട് നടത്തുന്ന ഒരു പ്രകടനമാണ്. ഇതിന്റെ സമയം 24 മണിക്കൂറിൽ 12 മണിക്കൂർ 6 മണിക്കൂറായി ചുരുക്കിയിരിക്കുന്നത്. അതിനനുസരിച്ച് നിങ്ങളെല്ലാവരും സഹകരിക്കണം. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബികളെ കൊണ്ട് ഈ ജില്ലയിലുള്ള എല്ലാ പ്രവർത്തകന്മാരെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിത നേതൃത്വം ആ നേതൃത്വം ഒരു ആഹ്വാനം നടത്തിയാൽ ആ ആഹ്വാനത്തിന്റെ പിന്നില് മലപ്പുറം ജില്ലയിലുള്ള കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിങ്ങളും അവർ ഒറ്റക്കെട്ടായി എന്ത് പറയുന്നോ അത് സ്വീകരിക്കാൻ അവർ തയ്യാറാണ്. ഞങ്ങൾക്ക് ഇവിടെ അധികാരത്തിന്റെ പിൻബലം ആവശ്യമില്ല.
ഇവിടെ ഇത് നോക്കിക്കാണുന്ന ഈ നാട്ടിലെ അധികാരികളോടും ഈ നാട്ടിലെ പോലീസുകാരോടും അതുപോലെ ഈ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരോടും നാട്ടിലെ പത്രക്കാരോടും മറ്റു പ്രതിനിധികളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സംഘടനകൾ ഇവിടെ സമാധാനം കാംക്ഷിക്കുന്ന, സാഹോദര്യം കാംക്ഷിക്കുന്ന, ഇവിടെ എല്ലാ കാലത്തും സമാധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഘടനയാണ്. 80 വർഷത്തിനപ്പുറമുണ്ടായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ അനിവാര്യമായ ഒരു പുനഃസംഘടന വരുന്ന ആ കാലഘട്ടം വരെ ഈ നാട്ടിലുള്ള എല്ലാ ആളുകളും, നാട്ടിലും മഹല്ലത്തിലുള്ള നാട്ടുകാര് അവർ സംഘടിച്ച് അവരുടെ സമ്പത്ത് ഉപയോഗിച്ച് സ്വമേധയാ അവരുണ്ടാക്കിയെടുത്ത സ്ഥാപനങ്ങൾ അതാരുടെയും ഏതെങ്കിലും സംഘടനയുടെയോ ഏതെങ്കിലും വിദ്യാഭ്യാസ ഏജൻസികളുടെയോ സ്വത്തല്ല, അത് നാട്ടുകാരുടെയാണ്. ആ നാട്ടുകാർക്ക് അവകാശപ്പെട്ടതാണ്. ആ നാട്ടുകാർ തീരുമാനിക്കും അവിടെ എന്ത് പഠിപ്പിക്കണമെന്ന്. ആ നാട്ടുകാരാണ് തീരുമാനിക്കുന്നത്, അവിടുത്തെ വിദ്യാർത്ഥികളാണ് തീരുമാനിക്കേണ്ടത്. ഏതെങ്കിലും വിദ്യാഭ്യാസ ഏജൻസികള്, പുസ്തക കച്ചവടം നടത്തുന്ന ഏജൻസികള് അവരുടെ പുസ്തക വിൽപ്പന നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ഈ നാട്ടിലുള്ള മുഴുവൻ മദ്രസകളും ഞങ്ങളുടെ ബോർഡിൽ അംഗീകരിച്ചതാണ്. അതുകൊണ്ട് അതിന്റെ ഉടമസ്ഥാവകാശം ഞങ്ങൾക്കാണെന്ന് അവകാശപ്പെട്ടാൽ അത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, ഒരിക്കലും തയ്യാറല്ല. ഇവിടെ ഭൂരിപക്ഷമെന്നോ ന്യൂനപക്ഷമെന്നോ അങ്ങനെ രണ്ടായി തിരിച്ചുകൊണ്ട് തീർക്കാവുന്നതല്ല ഇവിടെയുള്ള പ്രശ്നം. ഭൂരിപക്ഷത്തിന്റെയും ന്യൂനപക്ഷത്തിന്റെയും പ്രശ്നം പറഞ്ഞ് ഇവിടെ ഏതെങ്കിലും മഹല്ലുകളില് രാജ്യത്തുള്ള എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടി രാഷ്ട്രീയക്കാരെയും അതുപോലെ മുജാഹിദിനെയും ജമാഅത്തിനെയും തബ്ലീഗിനെയും നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്. അതുകൊണ്ട് ഭൂരിപക്ഷമുള്ള ആളുകൾ അവർ ഭൂരിപക്ഷത്തെ അംഗീകരിക്കുകയും ന്യൂനപക്ഷത്തിന്റെ ആളുകൾ പിരിഞ്ഞു പോവുകയും വേണമെന്നുള്ള അവകാശവാദം സ്വീകരിക്കാൻ ഒരിക്കലും സാധ്യമല്ല. ഇത് പൊതുവായ സ്വത്താണ്. ഈ പൊതുവായ സ്വത്ത് ഈ നാട്ടിലുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും അത് നടത്തിപ്പോരുന്ന എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടുത്തെ കേരളത്തിലുള്ള മലബാറിലുള്ള മലപ്പുറത്തുള്ള പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലുള്ള അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകന്മാർക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇവിടെ ഒരു സ്ഥലത്തും ഒരു മഹലിലും കുഴപ്പമുണ്ടാക്കാനില്ല. 80-കളിൽ 89-ല് കഴിഞ്ഞ 10-18 വർഷക്കാലമായി ഞങ്ങളുടെ പ്രവർത്തകന്മാര് അവര് സ്വന്തമാക്കി ഉണ്ടാക്കിയെടുത്ത ധാരാളം സ്ഥാപനങ്ങളിലൂടെ ഉണ്ട്. അതുപോലെ തന്നെ മറുഭാഗത്തിലും അങ്ങനെ സ്ഥാപനങ്ങളുണ്ട്. അതേ സമയത്ത് സംയുക്തമായി നാട്ടിൽ കുഴപ്പമുണ്ടാകണ്ട, നാട്ടിൽ പ്രശ്നമുണ്ടാകണ്ട എന്ന് വിചാരിച്ച് സംയുക്തമായി നാം നടത്തിപ്പോരുന്ന സ്ഥാപനങ്ങള് അത് സംയുക്തമായി നടക്കുന്നതിന് അതിനെതിരെ നിന്നുകൊണ്ട് ഞങ്ങളുടെ കുട്ടികളെ മദ്രസകളിൽ നിന്ന് ആട്ടിയോടിക്കുകയാണ്. പാവപ്പെട്ട വിദ്യാർത്ഥികള് മദ്രസയിൽ പോകുമ്പോ പിഞ്ചുകുട്ടികള് അവരെട്ടും പൊട്ടും തെളിയാത്ത പിഞ്ചുകുട്ടികളെ നിഷ്കരണം ആക്രമിച്ചുകൊണ്ട് ആശുപത്രിയിൽ പോകേണ്ട ഗതികേടുണ്ടാകുന്നത് എന്തിന്റെ അർത്ഥത്തിലാണ് നമുക്ക് മനസ്സിലാകുന്നില്ല. അത്തരത്തില് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അവരെ കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് ഇവിടുത്തെ പോലീസുകാരുടെയും അതുപോലെ അത്തരത്തിലുള്ള നിയമപാലകരുടെ അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാതെ നിയമം കയ്യിലെടുത്തുകൊണ്ടുള്ള പ്രവർത്തനം എന്തിന്റെ പേരിലായാലും അത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറില്ല. ഞങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നീതി മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണമെന്ന കാര്യം പ്രിയപ്പെട്ട നമ്മുടെ നേതാക്കന്മാർ നിങ്ങളോട് നിർദ്ദേശിക്കും. നമ്മളിവിടെ ഇതൊരു സമരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളെ കീഴടക്കുന്നതിന് വേണ്ടിയോ ഉള്ള ഒരു സമരം കാരണമല്ല, മറിച്ച് നീതിക്ക് വേണ്ടിയുള്ള ഒരു യാചനയാണ്. ഇത് ഒരു ദൗർബല്യമായി ഞങ്ങളുടെ ദുർബലതയായി ആരും കാണണ്ട. ഞങ്ങളെല്ലാ സ്ഥലത്തും നീതിക്ക് വേണ്ടി സമാധാനപരമായി പ്രവർത്തിക്കുന്നു എന്നത് അത് ഞങ്ങളുടെ ദൗർബല്യമായി ആരും കാണരുത് എന്ന് മാത്രം ഈ സാഹചര്യത്തിൽ നിങ്ങളോട് പറയുകയാണ്. വെറും 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ പത്രസമ്മേളനം നടത്തുന്ന അന്ന് രാവിലെ തീരുമാനിച്ച് അന്ന് വൈകുന്നേരത്തോടെ നാടുകളിൽ അറിയിച്ച് ഒരു പത്രത്തിലുള്ള കേവലം ഒരു സിറാജ് പത്രത്തിലുള്ള അറിയിപ്പ് കണ്ടുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് സമയം കൊണ്ട് നമ്മുടെ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി നാട്ടിന്റെ നാനാഭാഗത്തു നിന്നും എത്തിയിട്ടുള്ള സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാർക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ജില്ലയിലെ പണ്ഡിത സാദാത്തുക്കളുടെ നേതൃത്വം അവർ മുഴുവനും നമ്മുടെ പിന്നാലെയുണ്ട്. അവര് നമ്മുടെ ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് കോട്ടപ്പടിയിൽ നിന്ന് ഇതുവരെ നമ്മുടെ പരിപാടിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫുൽ ബുഖാരി തങ്ങൾ, ബഹുമാനപ്പെട്ട ഹുസൈൻ ഷിഹാബ് ആറ്റക്കോയ തങ്ങൾ പാണക്കാട്, ബഹുമാനപ്പെട്ട ഹബീബ് കോയത്തങ്ങള്, ബഹുമാനപ്പെട്ട മമ്പുറം ആറ്റക്കോയത്തങ്ങള്, ബഹുമാനപ്പെട്ട തിരൂർക്കാട് കുഞ്ഞുട്ടി തങ്ങള്, ബഹുമാനപ്പെട്ട സയ്യിദ് ജമലുൽ ലൈലി തങ്ങള്, ബഹുമാനപ്പെട്ട
KM റഹീം സാഹിബ്, ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, കാസിം കോയ, അബു ഹനീഫ് അൽ ഫൈസി തുടങ്ങി നമ്മുടെ എല്ലാ പണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി തുടങ്ങി എല്ലാ നേതാക്കന്മാർക്കും സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിയിരിക്കുന്ന സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, KM റഹീം സാഹിബ് എന്നിവർ കൂടി ഈ പരിപാടിയിൽ പ്രസംഗിക്കുന്നതാണ് എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمد رسول الله اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ സയ്യിദന്മാർ, നേതാക്കൾ, പണ്ഡിതന്മാർ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകന്മാർ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾക്ക് പ്രസക്തി നൽകി ഭൗതികമായ താല്പര്യങ്ങളൊന്നും ഇല്ലാതെ ആത്മീയതയുടെ സരണിയിലൂടെ നീങ്ങുന്ന സംഘടനയാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം, കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ, സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ്, സമസ്ത കേരള സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ, സുന്നി ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇത്തരം സംഘടനകൾ. ഈ മഹത്തായ സംഘടനയുടെ കോർഡിനേഷൻ കമ്മിറ്റി മലപ്പുറം ജില്ല സംഘടിപ്പിച്ച ഒരു പ്രതിഷേധ പ്രകടനവും പൊതുയോഗവുമാണ് നമ്മുടെ. എന്താണ് ഇവിടെ പ്രതിഷേധിക്കാൻ ഉള്ള വിഷയം? എപ്പോഴും മനുഷ്യ സമൂഹം മാനുഷിക മൂല്യങ്ങൾ മുറുകെ പിടിച്ച് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സഹകരണത്തിന്റെയും ആശയത്തിൽ മുന്നോട്ടു പോകണം എന്നതാണ് നമ്മുടെ പൂർവീകരും സമകാലീനരുമായ നേതാക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ അടിസ്ഥാനത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ വളരെ ക്ഷമയോടും സഹിഷ്ണുതയോടും സഹനത്തോടും കൂടി അവർ അവരുടെ ആശയ പ്രചരണ രംഗത്ത്, സാമൂഹ്യ സാംസ്കാരിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഗീയതയോ ഭീകരതയോ തീവ്രതയോ നമ്മുടെ സംഘടനകളുടെ നയം അല്ല. ഒരിക്കലും നമ്മുടെ സംഘടനാ നേതൃത്വമോ അനുയായികളോ അതിനെ പിന്തുണച്ചിട്ടും ഇല്ല, പിന്തുണക്കാൻ ഉള്ള ഭാവവും ഇല്ല. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തോടുള്ള നമ്മുടെ ബാധ്യത നിർവഹിച്ചുകൊണ്ട് നമ്മുടെ സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളും നമ്മളെ മുൻഗാമികളുമായ ആളുകൾ കഠിനാധ്വാനം ചെയ്ത് ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഭൗതികവും ആത്മീയവുമായ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പടുത്തുയർത്തിയ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾ ഒരു ഭാഗത്ത് ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ആർക്കെങ്കിലും അവരുടെ അധികാരങ്ങൾ കാണിച്ചും മുഷ്ടി ചുരുട്ടിയും നശിപ്പിക്കാൻ വേണ്ടി അനുവദിച്ചു കൊടുക്കാനും നിർവാഹമില്ല.
പരിശുദ്ധ ഇസ്ലാം മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ്, ഏറ്റവും സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഇവിടെ പ്രചരിപ്പിക്കുകയായിരുന്നു. പക്ഷേ സത്യത്തിന്റെ ശത്രുക്കൾ അതിനെതിരെ വാളോങ്ങാനൊരുങ്ങി. ആദ്യം കുറേയേറെ ക്ഷമിച്ച് അവർ സന്മാർഗത്തിൽ വരാൻ വേണ്ടി കാത്തിരുന്നു. പക്ഷേ അവസാനം പരിശുദ്ധമായ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി അവരോട് പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ മുൻകാല അടിസ്ഥാനപരമായ ചരിത്രവും വസ്തുതയുമാണ്. ഈ കാര്യം ഞാൻ സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മലപ്പുറം ജില്ലയിലും പലപ്പോഴും മറ്റ് ചില ജില്ലകളിൽ ഈ അടുത്തായി നടന്നുകൊണ്ടിരിക്കുന്ന ചില പ്രവണതകളും, ആ പ്രവണതയെ കയ്യും കെട്ടി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ നോക്കി നിൽക്കുമെന്ന് ആരും കരുതേണ്ടതില്ല. നാം സമാധാനത്തിന്റെ വക്താക്കളാണ്, അത് ശരിയാണ്. രാജ്യത്ത് എപ്പോഴും സമാധാനത്തിനു വേണ്ടി ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. എന്നുവെച്ച് നമ്മുടെ അവകാശങ്ങളെല്ലാം ഹനിക്കപ്പെടുമ്പോൾ അത് മൗനം രക്ഷിക്കുമെന്ന് അധികാരി വിഭാഗമോ അല്ലെങ്കിൽ അല്ലാത്തവരോ ആരും കരുതി തെറ്റിദ്ധരിച്ചു പോകരുതെന്ന് ഒരു മുന്നറിയിപ്പ് മാത്രമാണ് ഈ പരിപാടി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിത സംഘടനയായി കേരളത്തിൽ പ്രവർത്തിച്ചു വന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതിന്റെ പുനഃസംഘടന നടന്നു. പുനഃസംഘടന കുറെ കാലത്തേക്ക് നടക്കാതെ, ഒരിക്കലും ജനറൽ ബോഡി വിളിക്കാതെ, ഒരിക്കലും തന്നെ മെമ്പർമാരെ ചേർക്കാതെ, അങ്ങനെ നീണ്ട കുറെ കാലഘട്ടം അനിശ്ചിതമായി തുടരുകയായിരുന്നു. ഞാൻ ഈ പറയുന്നതിൽ ആർക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ 1989 കാലത്തിന് മുമ്പ് ഒരു 20 കൊല്ലത്തോളം ഇവിടെ പത്രങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. എല്ലാ പത്രങ്ങളും ഇറങ്ങിയിട്ടുണ്ടല്ലോ, എല്ലാവർക്കും സ്വാധീനമുള്ള പത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഈ 1989 കാലത്തിന് മുമ്പ് അല്ലെങ്കിൽ ഒരു 1988 മുമ്പ് ഞാൻ ചോദിക്കുന്നു, ഒരു 25 കൊല്ലത്തെ പത്രങ്ങളിൽ ഏതെങ്കിലും ഒരു പത്രത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ ബോഡി യോഗം മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ വിളിച്ചു ചേർത്ത് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയ റിപ്പോർട്ട് ആർക്കെങ്കിലും തെളിയിക്കാൻ സാധിക്കുമോ? ഞാനത് പറയുന്നത് പിൽക്കാലത്ത് ആരെങ്കിലും ഏതെങ്കിലും വക്കീലന്മാരുടെ നിർദ്ദേശപ്രകാരം വളരെ മുമ്പുള്ള ഡേറ്റ് ഇട്ട് ഏതെല്ലാം മിനിറ്റ്സുകൾ ഏർപ്പെടുത്തി കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കിയിട്ടുണ്ടോ ഇല്ലേ എന്നതല്ല എന്റെ ചർച്ചാ വിഷയം. സത്യവും വസ്തുതയും എന്താണ് എന്നതാണ്. 1988 മുമ്പ് ഒരു 25 വർഷം ഇവിടെ എല്ലാ പത്രങ്ങളും ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പേരിൽ പല പ്രവർത്തനങ്ങളും നടന്നിട്ടുമുണ്ടല്ലോ. ആ കാലഘട്ടത്തിൽ സമസ്തയുടെ ഒരു ജനറൽ ബോഡി ചേർന്ന ഒരു റിപ്പോർട്ട് ഏതെങ്കിലും ഒരു പത്രത്തിൽ നിന്ന് എടുത്ത് ചൂണ്ടിക്കാണിക്കാൻ ആർക്കെങ്കിലും കഴിയും? കാരണം കഴിഞ്ഞ പത്രങ്ങളൊന്നും പിന്നീട് മിനിറ്റ്സിൽ എഴുതി ചേർക്കുന്നത് പോലെ ചേർക്കാൻ കഴിയുന്ന വിഷയമല്ല. മിനിറ്റ്സ് പുസ്തകം ഒരാളെ കയ്യിലുണ്ടെങ്കിൽ പലർക്കും അതിൽ ഡേറ്റ് ഇട്ട് പലതും ചേർക്കാനും കഴിഞ്ഞേക്കും, പുതിയ മിനിറ്റ്സ് ബുക്ക് പഴയതാണെന്ന് വാദിക്കാനും കഴിഞ്ഞേക്കും. പക്ഷേ പഴയ പത്രങ്ങൾ പുതുതായി ഇറക്കാൻ സാധ്യമല്ല. ഇതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം സത്യസന്ധമായി ചിന്തിക്കുന്നവരുടെ അറിവിലേക്ക് വേണ്ടി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഞാൻ പറയുന്ന വിഷയം മറ്റൊന്നാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ തന്നെ വിള്ളലുണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും നടന്നു. ഇപ്പോൾ അതിലേക്ക് കടന്നൊരു സംസാരത്തിന് മുതിരുന്നില്ല. ഏതായിരുന്നാലും അങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ ബോഡി വിളിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പുനഃസംഘടിപ്പിച്ചു. ആ പുനഃസംഘടന നടന്നതിന് ശേഷം സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളുടെ മക്കൾക്ക് പഠിക്കാൻ പുസ്തകം പോലും അനുവദിക്കുകയില്ലെന്ന് ഇവിടെയുള്ള സമസ്ത കേരള ജമിയത്തുൽ കീഴിൽ നടന്നുകൊണ്ടിരുന്ന ഒരു സമിതി അഥവാ ഒരു
പുസ്തകത്തിന്റെ ഏജൻസി പ്രവർത്തനം നടത്തുന്ന സമിതി. അതാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറയുന്നത് പണ്ഡിത സംഘടനയല്ല, അതൊരു സമിതിയാണ്. അതോടുകൂടെ തന്നെ ആ സമിതിയുടെ ഏർപ്പാട് എന്താണ്? ഫത്വ കൊടുക്കലല്ല. പിന്നെ എന്താണ് അതിന്റെ സമിതിയുടെ ഏർപ്പാട്? ആ സമിതിയുടെ ഏർപ്പാട് പുസ്തകം ഉണ്ടാക്കി വിതരണം ചെയ്യുക, പുസ്തകത്തിന്റെ ഏജൻസി. അത് മതപരമായ രംഗത്താണെന്ന് മാത്രം. നമ്മൾ പല ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലും പുസ്തകങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഹോളി ഫെയ്ത്തിന്റെ, PCM-ന്റെ, IMA-യുടെ, അങ്ങനെ ഒരുപാട് പുസ്തകത്തിന്റെ ഏജൻസികളുണ്ട്. ആ ഏജൻസികളിൽ നിന്ന് പുസ്തകം വാങ്ങി അതാത് കമ്മിറ്റികൾ പല സ്ഥലങ്ങളിലും സ്കൂളുകൾ നടത്തുന്നു. അതുപോലെ അതാത് പ്രദേശങ്ങളുടെ മദ്രസകളിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന സമിതിയുടെ പുസ്തകങ്ങൾ വാങ്ങി അതാത് രാജ്യത്തുള്ള ജനങ്ങൾ അവരുടെ പണം ചെലവഴിച്ച് അവരുടെ സ്ത്രീകളുടെ കാതിലതും കഴുത്തിലതും പറിച്ചെടുത്ത് അതാത് പ്രദേശത്തുള്ള ജനങ്ങൾ സംഭരിച്ചുണ്ടാക്കിയ സ്വത്തുകൊണ്ട് അതാത് മഹല്ലിലെ ജനങ്ങൾ ഉണ്ടാക്കിയ മദ്രസകൾ. അല്ലാതെ നിങ്ങൾ ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. പ്രത്യേകിച്ച് ഞാൻ ഉദ്യോഗസ്ഥ വിഭാഗത്തോടും അതുപോലെ ചിന്തിക്കുന്ന ജനങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ ഇവിടെ വിദ്യാഭ്യാസ ബോർഡ് സ്ഥലം വാങ്ങി, വിദ്യാഭ്യാസ ബോർഡ് പണം ചെലവഴിച്ച്, വിദ്യാഭ്യാസ ബോർഡ് മദ്രസ നിർമ്മിച്ചുകൊണ്ട് എത്ര മദ്രസകളുണ്ട് എന്ന് അതിന്റെ ഡോക്യുമെന്റ്സുകളും അതിന്റെ വരവ് ചെലവ് കണക്കുകളും ഉദ്ധരിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിക്കാൻ വിദ്യാഭ്യാസ ബോർഡിന്റെ വക്താക്കൾക്ക് ധൈര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഒരു വസ്തുവിന്റെ അവകാശം ലഭിക്കൽ എങ്ങനെയാണ്? ഒരു സൂപ്പർ മാർക്കറ്റിൽ കുറെ സാധനം വിതരണം ചെയ്യുന്നവൻ സൂപ്പർ മാർക്കറ്റിന്റെ ഉടമസ്ഥനാണോ? അതുപോലെ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ കുറെ സാധനം വിതരണം ചെയ്യുന്നവൻ അതിന്റെ ഉടമസ്ഥനാണോ? അതുപോലെ ഒരു തുണിപ്പീടികയിൽ തുണി കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്ന ഏജൻസി